ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം നമസ്കാരം. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുവായൂരപ്പ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. പൂജാപുഷ്പങ്ങൾ ആസ്വദിക്കാൻ എല്ലാവരും വരിക വരിക. പൂജാപുഷ്പങ്ങൾ നമ്മൾ 2 ദിവസമായിട്ട് ഏകദേശം 20ഓളം സ്തോത്രങ്ങൾ കണ്ടു. സ്തോത്രകുസുമങ്ങൾ 2 ദിവസവും 10 വീതം. അങ്ങനെ ഈ ഗ്രന്ഥത്തിൽ 41ഓളം കൃതികളാണ് ഉള്ളത്. അതിൽ 41 37 37 കൃതികളാണുള്ളത് ഈ പൂജാപുഷ്പങ്ങളിൽ. അതിൽ 40 സ്തോത്രങ്ങൾ കഴിഞ്ഞു. ഇനിയും 2 ദിവസത്തേക്കുള്ള വകയുണ്ട്. നമുക്ക് ആരംഭിക്കാം. ഹരി ഓം ഹരി ഓം. ഇന്നലെ ശ്രീകൃഷ്ണ പഞ്ചകം എന്ന സ്തോത്രം വരെയാണ് കണ്ടത്. ഇനി കൃഷ്ണ നമോസ്തുതേ എന്നുള്ളൊരു സ്തോത്രത്തോടുകൂടി തുടങ്ങാം. കൃഷ്ണ നമോസ്തുതേ. ഹരി ഓം. നാരായണ. കുട്ടികൾക്കൊന്നും സ്കൂളില്ലാത്ത കാരണം എന്തൊക്കെയോ പണിയണോണ്ട് നോക്കാം. നാരായണ. കൃഷ്ണ നമോസ്തുതേ സ്തോത്രം.
ചെറിയ സ്തോത്രമാണ്, 8 ശ്ലോകങ്ങളാണ്. കൃഷ്ണ നിൻ തിരുമുൻപിൽ ഞാൻ നിൽപ്പൂ നമ്രമനസ്കയായി, എത്ര നാളായി തൃപ്പദത്തിൽ എത്താനാശിച്ചിരുന്നു ഞാൻ. കൃഷ്ണ നിൻ തിരുമുൻപിൽ ഞാൻ നിൽപ്പൂ നമ്രമനസ്കയായി, എത്ര നാളായി തൃപ്പദത്തിലെത്താനാശിച്ചിരുന്നു ഞാൻ. കണ്ടു ഞാൻ നിൻ പദാംബോജം, നിൻ മന്ദസ്മിത ശോഭയും, അതിൽ ലയിച്ചിടാൻ ഭാഗ്യം ഉണ്ടാമോ ഭക്തവത്സല. കണ്ടു ഞാൻ നിൻ പദാംബോജം, നിൻ മന്ദസ്മിത ശോഭയും, അതിൽ ലയിച്ചിടാൻ ഭാഗ്യമുണ്ടാമോ ഭക്തവത്സല. പീലിയൊന്നിളകി മന്ദം കേട്ടു മൃദുലമാം സ്വരം, എന്നിലല്ലേ അനന്ത ശ്രീകൃഷ്ണ സൗന്ദര്യ ദർശനം. പീലിയൊന്നിളകി മന്ദം കേട്ടു മൃദുലമാം സ്വരം, എന്നിലല്ലേ അനന്ത ശ്രീകൃഷ്ണ സൗന്ദര്യ ദർശനം. ഒരു മോഹനരാഗത്തിൻ ലയമെന്നിലുണർന്നുവോ, മുരളീഗാനമോ ദിവ്യപ്രണവസ്വരമന്ത്രമോ. ഒരു മോഹനരാഗത്തിൻ ലയമെന്നിലുണർന്നുവോ, മുരളീഗാനമോ ദിവ്യപ്രണവസ്വരമന്ത്രമോ. നാമം ജപിച്ചിടും തങ്കനൂപുരങ്ങൾ പറഞ്ഞുവോ, ഭഗവൽ പാദമൂലം താനല്ലോ പരമമാം പദം. നാമം ജപിച്ചിടും തങ്കനൂപുരങ്ങൾ പറഞ്ഞുവോ, ഭഗവൽ പാദമൂലം താനല്ലോ പരമമാം പദം. ഞാനാരെന്നറിയുന്നീലൻ കൃഷ്ണ, നീ തന്നെയെന്നു താൻ ഓതുന്നു യോഗിവര്യന്മാർ അദ്വൈതജ്ഞാനമൂർത്തികൾ. ഞാനാരെന്നറിയുന്നീലൻ കൃഷ്ണ, നീ തന്നെയെന്നു താനോതുന്നു യോഗിവര്യന്മാർ അദ്വൈതജ്ഞാനമൂർത്തികൾ. ബുദ്ബുദങ്ങൾ സമുദ്രത്തിൻ അനന്തതയറിഞ്ഞിതോ, തന്റെ നൈമിഷികായുസ്സിൻ മൂല്യം ചിന്തിച്ചിടുന്നുവോ. ബുദ്ബുദങ്ങൾ സമുദ്രത്തിൻ അനന്തതയറിഞ്ഞിതോ, തന്റെ നൈമിഷികായുസ്സിൻ മൂല്യം ചിന്തിച്ചിടുന്നുവോ. സർവം കൃഷ്ണമയം എന്ന ബോധമുള്ളിലുണർന്നിടാൻ അനുഗ്രഹിക്കണേ കൃഷ്ണ. മാരുതേശ നമോസ്തുതേ. സർവം കൃഷ്ണമയം എന്ന ബോധമുള്ളിലുണർന്നിടാൻ അനുഗ്രഹിക്കണേ കൃഷ്ണ. മാരുതേശ നമോസ്തുതേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.
മനോഹരം. അതുപോലെ ഭക്തിജ്ഞാന പരങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ ചിന്താവിഷയമാണ്. ഭക്തിയും ജ്ഞാനവും ഒരുപോലെ നല്ലപോലെ പ്രകാശിക്കുന്ന സ്തോത്രം. കൃഷ്ണ നമോസ്തുതേ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലുള്ളൊരു പ്രാർത്ഥനയാണ്. എല്ലാം എന്താ പറയുക, ക്ലാസിക്കുകൾ എന്നേ പറയാനുള്ളൂ. അതിന് അതിൻ്റേതായിട്ടുള്ളൊരു നിലവാരമുണ്ട്. ഒന്നും നിലവാരം കുറഞ്ഞതായിട്ടില്ല. ആശയഗാംഭീര്യമില്ലാത്ത ഭക്തിജ്ഞാന പോഷകങ്ങളല്ലാത്ത ഒരു സ്തോത്രവും കണ്ടില്ല. എല്ലാം വളരെ നല്ല നിലവാരം. എല്ലാവരും അത് ഉൾക്കൊള്ളാറാകട്ടെ, ആസ്വദിക്കട്ടെ, ധന്യരാകട്ടെ. ഇനി അടുത്ത പദ്യം നിഷ്കാമഭക്തൻ എന്നുള്ളതാണ്. നിഷ്കാമഭക്തൻ നാരായണ. കുചേലന്റെ കഥ തന്നെയാണത്. കുചേലോപാഖ്യാനം മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. കുചേലോപാഖ്യാനം എന്നുള്ള പേരിൽ തന്നെ കണ്ടു കാവ്യ മഞ്ജരിയിൽ. അത് നാരായണീയത്തിന്റെ ഒരു സ്വതന്ത്ര പരിഭാഷ. ഇവിടെ ഒരു സ്വതന്ത്ര കാവ്യം തന്നെയാണ് കുചേലന്റെ കഥ നിഷ്കാമഭക്തൻ എന്ന പേരിൽ. നോക്കാം. കൺ തുറന്നപ്പോൾ നിൽപ്പൂ സഹധർമ്മിണി മുന്നിൽ, സന്നദ്ധാംഗിയായി പ്രേമഭക്തി തൻ സ്വരൂപമായി, വാക്കുകൾക്കപ്രാപ്യമാം ഭാവസംശുദ്ധിയോടെ, ദാരിദ്ര്യകർഷിതമാം അംഗവൈവശ്യത്തോടെ. കുചേലന്റെ ആ കണ്ണു തുറന്നപ്പോ കാണുന്ന ഭാര്യയുടെ ദർശനത്തോടു കൂടിയിട്ടാണ് തുടങ്ങുന്നത്. കൺ തുറന്നപ്പോൾ നിൽപ്പു സഹധർമ്മിണി മുന്നിൽ, സന്നദ്ധാംഗിയായി പ്രേമഭക്തി തൻ സ്വരൂപമായി, വാക്കുകൾക്കപ്രാപ്യമാം ഭാവസംശുദ്ധിയോടെ, ദാരിദ്ര്യകർഷിതമാം അംഗവൈവശ്യത്തോടെ. ഭർതൃനേത്രങ്ങൾ ഭക്തിലീനമായി പ്രശോഭിക്കേ, ശുദ്ധചിത്തയായി കൃഷ്ണധ്യാനൈക നിരതയായി ചോദിച്ചു, ഭവാനുടെ പ്രിയനാം സതീർത്ഥ്യൻ ശ്രീദേവി വല്ലഭനിപ്പോൾ ദ്വാരകാധിപനല്ലോ. ഒന്നു പോയി കണ്ടാൽ മതി കരുണാമയൻ കൃഷ്ണൻ, തന്നീടും നിത്യവൃത്തി കഴിപ്പാൻ വേണ്ടും ധനം. പോകുവാൻ മടിക്കേണ്ട, മിണ്ടിയിൽ ഒന്നും വിപ്രൻ വേദപാഠങ്ങൾ ചൊല്ലും ശിഷ്യർ തന്നടുത്തെത്തി. ഭർതൃനേത്രങ്ങൾ ഭക്തിലീനമായി പ്രശോഭിക്കേ, ശുദ്ധചിത്തയായി കൃഷ്ണധ്യാനൈക നിരതയായി ചോദിച്ചു, ഭവാനുടെ പ്രിയനാം സതീർത്ഥ്യൻ ശ്രീദേവി വല്ലഭനിപ്പോൾ ദ്വാരകാധിപനല്ലോ. ഒന്നു പോയി കണ്ടാൽ മതി കരുണാമയൻ കൃഷ്ണൻ,
തന്നീടും നിത്യവൃത്തി കഴിപ്പാൻ വേണ്ടും ധനം പോകുവാൻ മടിക്കേണ്ട. മിണ്ടിയില്ലൊന്നും വിപ്രൻ വേദപാഠങ്ങൾ ചൊല്ലും ശിഷ്യർ തന്നടുത്തെത്തി. പിന്നൊരു ദിനം ചൊല്ലി ബ്രാഹ്മണൻ, പോകുന്നു ഞാൻ കണ്ണനെ കാണാൻ നാളെ പുലർകാലത്തു തന്നെ. എന്തുണ്ടു സമർപ്പിക്കാൻ കൃഷ്ണന് പ്രിയപ്പെട്ടതെന്തു വസ്തുവുമാകാം തന്നീടു പ്രിയതമേ. പിന്നൊരു ദിനം ചൊല്ലി ബ്രാഹ്മണൻ, പോകുന്നു ഞാൻ കണ്ണനെ കാണാൻ നാളെ പുലർകാലത്തു തന്നെ. എന്തുണ്ടു സമർപ്പിക്കാൻ കൃഷ്ണന് പ്രിയപ്പെട്ടതെന്തു വസ്തുവുമാകാം തന്നീടു പ്രിയതമേ. അയൽപക്കത്തു നിന്നും കിട്ടിയോറവിൽ തുണിക്കിഴിയിൽ കെട്ടി പതിദേവനു നൽകിയിടവേ. അറിയാതതിൽ വീണ കണ്ണുനീർത്തുള്ളികളാൽ പരിശുദ്ധമായി തീർന്നു ജന്മകർമ്മങ്ങളെല്ലാം. അയൽപക്കത്തു നിന്നും കിട്ടിയോറവിൽ തുണിക്കിഴിയിൽ കെട്ടി പതിദേവനു നൽകിയിടവേ. അറിയാതതിൽ വീണ കണ്ണുനീർത്തുള്ളികളാൽ പരിശുദ്ധമായി തീർന്നു ജന്മകർമ്മങ്ങളെല്ലാം. ഭർതൃപാദങ്ങൾക്കൊപ്പം ചരിച്ചു മനസ്വിനീ ചിത്തവും കൃഷ്ണപാദാബ്ജങ്ങളിലെത്തിച്ചേർന്നു. കൃഷ്ണന്റെ സ്നേഹാദരലാളനങ്ങളിൽ സർവം വിസ്മരിച്ചൊരു ദ്വിജൻ വൈകുണ്ഠലോകത്തെത്തി. ഭർതൃപാദങ്ങൾക്കൊപ്പം ചരിച്ചു മനസ്വിനീ ചിത്തവും കൃഷ്ണപാദാബ്ജങ്ങളിലെത്തിച്ചേർന്നു. കൃഷ്ണന്റെ സ്നേഹാദരലാളനങ്ങളിൽ സർവം വിസ്മരിച്ചൊരു ദ്വിജൻ വൈകുണ്ഠലോകത്തെത്തി. ഒരു ജന്മത്തിൻ ജാഗ്രൽ സുഷുപ്തി സ്വപ്നാദികൾ ഹരിഭക്തിതൻ ആത്മബോധത്തിൽ വിലയിക്കെ നവവാസരം പൊട്ടിവിടർന്നു ദ്വിജോത്തമൻ പരമാനന്ദലീന ചിത്തനായി മടങ്ങിനാൻ. ഒരു ജന്മത്തിൻ ജാഗ്രത് സ്വപ്ന സുഷുപ്തി സ്വപ്നാദികൾ ഹരിഭക്തിതൻ ആത്മബോധത്തിൽ വിലയിക്കെ നവവാസരം പൊട്ടിവിടർന്നു ദ്വിജോത്തമൻ പരമാനന്ദലീന ചിത്തനായി മടങ്ങിനാൻ. ഗുരുഗേഹത്തിൽ താനോ വൻകാട്ടിരുട്ടത്ത് വിറകിൻ കെട്ടുമേന്തി വഴി കാണാതെ പാരം നനഞ്ഞു വിറങ്ങലിച്ചരികിൽ മേവും കൃഷ്ണൻ പകർന്നു തന്ന സ്നേഹശോഭയിൽ നിന്നിടുന്നു. ഗുരുഗേഹത്തിൽ താനോ വൻകാട്ടിലിരുട്ടത്തു വിറകിൻ കെട്ടുമേന്തി വഴി കാണാതെ പാരം നനഞ്ഞു വിറങ്ങലിച്ചരികിൽ മേവും കൃഷ്ണൻ പകർന്നു തന്ന സ്നേഹശോഭയിൽ നിന്നിടുന്നു. ദ്വാരകാധീശൻ തന്റെ മായയോ ത്രിഭുവനമോഹിനി ലക്ഷ്മീദേവി തന്നെ കടാക്ഷമോ അറിയില്ലൊന്നും കാൺമൂ തൻ ഗൃഹം സ്വർഗാപമായി സുരസുന്ദരി ഇവളാരഹോ മൽപത്നിയോ. ദ്വാരകാധീശൻ തന്റെ മായയോ ത്രിഭുവനമോഹിനി ലക്ഷ്മീദേവി തന്നെ കടാക്ഷമോ അറിയില്ലൊന്നും കാൺമൂ തൻ ഗൃഹം സ്വർഗാഭമായി
സുരസുന്ദരീവളാരഹോ മൽപത്നിയോ. ഞാൻ ഒളിപ്പിച്ചു വെച്ചോരവിൽ നീ തട്ടിപ്പറിച്ചാഹരിച്ചപ്പോൾ കൃഷ്ണ ഞാൻ എത്ര ലജ്ജിച്ചെന്നോ. ഒന്നും ആഗ്രഹിച്ചില്ല ചോദിച്ചുമില്ല, പിന്നെ എന്തിനിത്രമേൽ ധനം നീ എനിക്കേകി കൃഷ്ണ. ഒന്നുമേ എന്റേതല്ല നിന്നുടെ സ്നേഹം മാത്രമെന്ധനം, ഭക്തിയുത്ഭൂത നിർവൃതി പരമാനന്ദം. ഞാൻ ഒളിപ്പിച്ചു വെച്ചോരവിൽ നീ തട്ടിപ്പറിച്ചാഹരിച്ചപ്പോൾ കൃഷ്ണ ഞാൻ എത്ര ലജ്ജിച്ചെന്നോ. ഒന്നും ആഗ്രഹിച്ചില്ല ചോദിച്ചുമില്ല, പിന്നെ എന്തിനിത്രമേൽ ധനം നീ എനിക്കേകി കൃഷ്ണ. ഒന്നുമേ എന്റേതല്ല നിന്നുടെ സ്നേഹം മാത്രം എന്തനം, ഭക്തിയുത്ഭൂത നിർവൃതി പരമാനന്ദം. ബന്ധമുക്തനായി അനാസക്തനായി നിസ്സംഗനായി ബ്രഹ്മഭാവത്തിൽ എത്തിച്ചേർന്നിതന്തണ ശ്രേഷ്ഠൻ. ബന്ധമുക്തനായി അനാസക്തനായി നിസ്സംഗനായി ബ്രഹ്മഭാവത്തിലെത്തിച്ചേർന്നിതന്തണ ശ്രേഷ്ഠൻ. അങ്ങനെ കുചേല ഉപാഖ്യാനം ഭാഗവതത്തിലുള്ളതുപോലെ വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടി ലളിതവും വിശദവുമായി ഹൃദ്യമായി അവതരിപ്പിച്ചു. നിഷ്കാമഭക്തൻ എന്ന പേരിൽ വളരെ മനോഹരം, വളരെ മനോഹരം. ഇനി യമുനാഗീതം എന്ന് പറഞ്ഞിട്ടുള്ള യമുനയുടെ എന്താ പറയുക അന്തർഗതം, യമുനാ നദി കാണുന്ന കൃഷ്ണനും കൃഷ്ണന്റെ ഭക്തകളായ ഗോപികളും ഗോപകുമാരനും അവരെയൊക്കെ കൂടി യമുന ഒരു സാക്ഷിയായി കണ്ട് ആസ്വദിക്കുന്നു. യമുനാഗീതം എന്ന് പറഞ്ഞാൽ യമുനയുടെ ഗീതമാണ്. യമുനയാൽ ഗാനം ചെയ്യപ്പെട്ടത്, യമുനയുടെ അന്തർഗത ഗീതം. കണ്ണനുണ്ണിതൻ പ്രിയതോഴിയാം യമുന ഞാൻ, കണ്ണനെ കണ്ണിറയെ കാൺക മാത്രമെൻ ലക്ഷ്യം. തിരയുന്നു ഞാൻ ജീവതാളത്തിനൊപ്പം, രാസനടനം ചെയ്യും വേണുലോലനാം ബാലൻ തന്നെ. കണ്ണനുണ്ണിതൻ പ്രിയതോഴിയാം യമുന ഞാൻ, കണ്ണനെ കണ്ണിറയെ കാൺക മാത്രമെൻ ലക്ഷ്യം. തിരയുന്നു ഞാൻ ജീവതാളത്തിനൊപ്പം, രാസനടനം ചെയ്യും വേണുലോലനാം ബാലൻ തന്നെ. പർവതപ്രാന്തങ്ങളിൽ കാടിന്റെ നിഗൂഢമാം സുന്ദര സ്ഥലങ്ങളിൽ, തീർത്ഥസങ്കേതങ്ങളിൽ കിളികൾ മനോഹര രാഗങ്ങളുതിർക്കുമ്പോൾ,
തരുസഞ്ചയം പല്ലവങ്ങളാൽ വീശിടുമ്പോൾ ഹൃദയം മധുരിക്കും മുരളീഗാനത്തിന്റെ സ്വരവീചികൾ മെല്ലെ തഴുകിയുണർത്തുമ്പോൾ സുന്ദര വൃന്ദാവന നികുഞ്ചങ്ങളിലെങ്ങോ മന്ദമായി പ്രസരിക്കും നൂപുരധ്വനി കേൾക്കേ ഏഴഴകെഴും ശ്യാമനിറമാർന്നൊരു മയിൽ പീലി തന്നവർണ്യമാം ശോഭ പുഞ്ചിരിക്കവേ കൃഷ്ണന്റെ മഞ്ഞപ്പട്ടു വസ്ത്രങ്ങൾ കഴുകുന്ന മുഗ്ധബാലികമാർത്തൻ ഭാവതാരല്യം കാൺകേ ഗോക്കൾ തൻ കുളമ്പടി ശബ്ദത്തോടൊപ്പം ഗോപബാലർതൻ ഹർഷാരവമെങ്ങും മാറ്റൊലിക്കൊള്ളുകെ ഭക്തനാം ഗൃഹസ്ഥൻ ഗോവർദ്ധന ഗിരിവരൻ ഉത്സവാഘോഷം പോലെ പൂത്താലമെടുപ്പിച്ചും മംഗളവാദ്യത്തോടും ഭക്ഷ്യപേയങ്ങളോടും സുന്ദരാംഗനെ വരവേൽക്കുവാനൊരുങ്ങുമ്പോൾ പ്രേമത്തിനുദാത്തമം ഭാവവൈശിഷ്ട്യത്തോടെ രാധയാം വൃന്ദാവന ദേവതയണയുമ്പോൾ എൻ മനം കൊതിക്കുന്നു കാത്തു നിൽക്കുവാൻ പക്ഷേ എൻ ജന്മനിയോഗമാം യാത്ര ഞാൻ തുടരുന്നു. യമുനയുടെ മനോഗീതം അന്തർഗതം. ഇപ്പൊ യമുന ഭഗവാനെ കണ്ടുകൊണ്ടേ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഒഴുകിയല്ലേ പറ്റൂ, അതിൻ്റെ സ്വഭാവം. ഇപ്പോൾ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട്, ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട്. നാരായണ. യമുനാഗീതം. ഇനി മരുതുമരങ്ങൾ എന്നൊരു കാവ്യം. ഇത് ഉലൂകലബന്ധനം എന്നുള്ള ലീലയുടെ ഒരു സംഗ്രഹമാണ്. യശോദ കണ്ണനെ ഉരലിൽ കെട്ടിയിട്ട് കണ്ണൻ കൂട്ടുകാരുമായി കളിച്ചുകൊണ്ട് ആ ഉരലും വലിച്ച് മരുതുമരങ്ങൾക്ക് മോക്ഷം കൊടുത്ത കഥ വളരെ ഹൃദ്യമായിട്ട് ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. വളരെ മനോഹരം. മരുതുമരങ്ങൾ. നാരായണ. ഘോരമാം ശബ്ദം കേട്ടു പാഞ്ഞെത്തി ഇരട്ടയായി മേവിന മരങ്ങൾ വേർപിഴുതു കിടക്കുന്നു. വാക്കുകൾ നാവിലെത്താൻ വൈകിയൻ മനസ്സിന്റെ ഊർജമപ്പാടെ വറ്റി കണ്ണുകളെങ്ങോ പാഞ്ഞു. ഘോരമാം ശബ്ദം കേട്ടു പാഞ്ഞെത്തി ഇരട്ടയായി മേവിന മരങ്ങൾ വേർപിഴുതു കിടക്കുന്നു. വാക്കുകൾ നാവിലെത്താൻ വൈകി എൻ മനസ്സിന്റെ ഊർജമപ്പാടെ വറ്റി കണ്ണുകളെങ്ങോ പാഞ്ഞു. കണ്ണനിങ്ങിതാ നിൽപ്പു കൂട്ടുകാർ വിളിച്ചോതി കണ്ടു ഞാൻ ഉലൂഖലബദ്ധനാം എന്നുണ്ണിയേ. കണ്ണനിങ്ങിതാ നിൽപ്പു കൂട്ടുകാർ വിളിച്ചോതി കണ്ടു ഞാൻ ഉലൂഖലബദ്ധനാം എന്നുണ്ണിയേ.
ഞാൻ അടുത്തെത്തി ചുറ്റും പൂച്ചകൾ വെണ്ണത്തുണ്ടം വീഴ്വതും കാത്തുനിൽപ്പൂ. കുട്ടികൾ വിഷണ്ണരായി ഞങ്ങളെ നോക്കിയിടുന്നു. കണ്ണനോ മനോജ്ഞമാം തൻ കുസൃതിയെ കള്ളക്കണ്ണീരാൽ മറയ്ക്കുന്നു. ഞാൻ അടുത്തെത്തി ചുറ്റും പൂച്ചകൾ വെണ്ണത്തുണ്ടം വീഴ്വതും കാത്തുനിൽപ്പൂ. കുട്ടികൾ വിഷണ്ണരായി ഞങ്ങളെ നോക്കിയിടുന്നു. കണ്ണനോ മനോജ്ഞമാം തൻ കുസൃതിയെ കള്ളക്കണ്ണീരാൽ മറയ്ക്കുന്നു. പാശങ്ങൾ അഴിക്കുവാൻ വൈഷമ്യം തോന്നിയിലൊട്ടും പാവനം മാതൃകരസ്പർശമേറ്റവയല്ലോ. തുള്ളിക്കൊണ്ടടുത്തെത്തി ബാലകർ കൂട്ടം കൂടി ചൊല്ലിനാർ ആശ്ചര്യത്തോടുത്സാഹത്തിമിർപ്പോടെ. രണ്ടുപേർ മേൽപോട്ടേക്കു പോവതു കണ്ടു ഞങ്ങൾ. ഭംഗിയുള്ളവർ പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞവർ. കണ്ണനോടെന്തോ പറയുന്നതായി കണ്ടു. പിന്നെ പുഞ്ചിരിച്ചുകൊണ്ടെങ്ങോ മറഞ്ഞു. കണ്ടില്ലാരും. പാശങ്ങളഴിക്കുവാൻ വൈഷമ്യം തോന്നിയിലൊട്ടും പാവനം മാതൃകരസ്പർശമേറ്റവയല്ലോ. തുള്ളിക്കൊണ്ടടുത്തെത്തി ബാലകർ കൂട്ടം കൂടി ചൊല്ലിനാർ ആശ്ചര്യത്തോടുത്സാഹത്തിമിർപ്പോടെ. രണ്ടുപേർ മേൽപോട്ടേക്കു പോവതു കണ്ടു ഞങ്ങൾ. ഭംഗിയുള്ളവർ പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞവർ. കണ്ണനോടെന്തോ പറയുന്നതായി കണ്ടു. പിന്നെ പുഞ്ചിരിച്ചുകൊണ്ടെങ്ങോ മറഞ്ഞു. കണ്ടില്ലാരും. കണ്ണനെ എടുത്തണച്ചാശ്ലേഷിക്കവേ എന്റെ കൺതടങ്ങളിലൊരു മൃദുലസ്പർശം തോന്നി. വെണ്ണതൻ സുഗന്ധവും മുഗ്ധമാം ഭാവങ്ങളും പുഞ്ചിരിത്തെല്ലുമെന്നിൽ ചേർന്നതായിട്ടും തോന്നി. എത്തിയതെവിടെ ഞാനെന്തോന്നു ലഭിച്ചെനിക്കുത്തരം പറഞ്ഞിടാൻ ഇപ്പോഴും അശക്തൻ ഞാൻ. കണ്ണനെ എടുത്തണച്ചാശ്ലേഷിക്കവേ എന്റെ കൺതടങ്ങളിലൊരു മൃദുലസ്പർശം തോന്നി. വെണ്ണതൻ സുഗന്ധവും മുഗ്ധമാം ഭാവങ്ങളും പുഞ്ചിരിത്തെല്ലുമെന്നിൽ ചേർന്നതായിട്ടും തോന്നി. എത്തിയതെവിടെ ഞാൻ എന്തോന്നു ലഭിച്ചെനിക്കുത്തരം പറഞ്ഞിടാൻ ഇപ്പോഴും അശക്തൻ ഞാൻ. ഇതെല്ലാം നന്ദഗോപരുടെ ചിന്തകളായിട്ട് കാണാം. മോക്ഷതയാകും പുണ്യനദിയിൽ കാമാന്തരായി ഭോഗസക്തരായി ക്രീഡ ചെയ്തൊരു യുവാക്കളം ധനതപുത്രന്മാർക്കു നൽകിനാനൊരു ശാപം. വരമോ ശാപം താനോ നാരദ മഹാമുനി. അർജുന വൃക്ഷങ്ങളായി അമ്പാടി തന്നിൽ ചെന്നു നിൽക്കുവിൻ. നുകരുവിൻ നിർമ്മല പ്രേമാമൃതം. മോക്ഷതയാകും പുണ്യനദിയിൽ കാമാന്തരായി ഭോഗസക്തരായി ക്രീഡ ചെയ്തൊരു യുവാക്കളാം ധനതപുത്രന്മാർക്ക് നൽകിനാരൊരു ശാപം. വരമോ ശാപം താനോ നാരദ മഹാമുനി. അർജുന വൃക്ഷങ്ങളായി അമ്പാടി തന്നിൽ ചെന്നു നിൽക്കുവിൻ. നുകരുവിൻ നിർമ്മല പ്രേമാമൃതം. ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും വ്രജഭൂവിൽ പിറക്കാനാശിക്കുന്നു ദേവദേവന്മാർ പോലും. എത്രയോ ദിവ്യാത്മാക്കൾ നരരായി മൃഗങ്ങളായി
പക്ഷികളായി തരുഗുൽമങ്ങൾ ലതകളായി ധന്യരായി കഴിയുന്നിതിവിടെ ജന്മാന്തര പുണ്യപൂർണത നേടി സമദർശനരായി. ഒരു പുൽക്കൊടിയായിട്ടെങ്കിലും വ്രജഭൂവിൽ പിറക്കാനാശിക്കുന്നു ദേവദേവന്മാർ പോലും. എത്രയോ ദിവ്യാത്മാക്കൾ നരരായി മൃഗങ്ങളായി പക്ഷികളായി തരുഗുൽമങ്ങൾ ലതകളായി ധന്യരായി കഴിയുന്നിതിവിടെ ജന്മാന്തര പുണ്യപൂർണത നേടി സമദർശനരായി. സത്തുക്കൾ പറഞ്ഞു ഞാൻ കേട്ടതിക്കഥയെല്ലാം സത്യമാണെന്നു തന്നെ തോന്നുന്നതെനിക്കിപ്പോൾ. ഗോപമുഖ്യനോടിത്തം പറഞ്ഞ വ്രജേശ്വരൻ ചോദിച്ചു സ്വയം ഞാനും മരുതുമരം താനോ. ഗോപമുഖ്യനോടിത്തം പറഞ്ഞ വ്രജേശ്വരൻ ചോദിച്ചു സ്വയം ഞാനും മരുതുമരം താനോ. നന്ദഗോപരുടെ ആത്മകഥം പോലെ മരുതുമരങ്ങളെ പോലെ താനും ഒരു പുണ്യം ചെയ്ത, അല്ലേ, പുണ്യമോ ശാപമോ എന്തായാലും കുഴപ്പമില്ല, അവിടെ എത്തിച്ചേർന്ന് ഭാഗ്യം അനുഭവിക്കുകയാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അടുത്തത് പ്രായശ്ചിത്തം എന്നുള്ള ഒരു കവിത. അത് അജാമിളോപാഖ്യാനം, അതിൻ്റെ ഒരു പുനരാവിഷ്കാരം, സ്വതന്ത്രാവിഷ്കാരം. അജാമിളോപാഖ്യാനത്തിലെ ആ ബ്രാഹ്മണന്റെ ചിന്തകളായിട്ടാണ്, അജാമിളൻ എന്ന ബ്രാഹ്മണന്റെ ചിന്തകളായിട്ടാണ് ഈ കവിത അവതരിപ്പിക്കപ്പെടുന്നത്. പ്രായശ്ചിത്തം. നാരായണ. അജാമിളന്റെ വിഷമചിന്തകൾ ആദ്യം. ജന്മലാഭമാം പുത്രൻ തന്നെ ദുസ്സംഗത്തിന്റെ വൻകുഴികളിൽ മലീമസമം തലങ്ങളിൽ കണ്ടവർ മമ മാതാപിതാക്കൾ പുണ്യശ്ലോകർ എങ്ങുപോയി അറിയുവാനാഗ്രഹിച്ചില്ലല്ലോ ഞാൻ. പൂജാപുഷ്പങ്ങൾ പോലെ തുളസീ തീർത്ഥം പോലെ പാവനചരിതയാം ബാല എൻ ഗൃഹേശ്വരി കണ്ണുനീർ തുടച്ചു തൻ ഗദ്ഗതമടക്കിക്കൊണ്ടെന്തുരിയാടിയെന്നു കേട്ടതേയില്ലല്ലോ ഞാൻ. ആശ്രമഭൂവിൽ നിന്നും അധർമ്മസ്ഥലങ്ങളിൽ പാപഗർത്തങ്ങൾ തന്നിൽ കാമമാലിന്യങ്ങളിൽ എങ്ങനെ പതിച്ചു ഞാൻ അറിഞ്ഞില്ല. വിടുന്നു പിന്തിരിയുവാൻ പോലും തോന്നിയില്ലഹോ കഷ്ടം. കാലചക്രത്തിനുരുൾപാടുകളെന്നിൽ ചേർത്ത ക്ലേശങ്ങൾ അസഹ്യമാം യാതനാസ്മരണകൾ
ബോധമണ്ഡലത്തിന്റെ ശക്തിയെ കാർന്നു തിന്നും നേരത്ത് വിധിയുടെ തോട്ടികൾ പാശങ്ങളും അതിഭീകരങ്ങളാം നേത്രങ്ങൾ സംഹാരത്തിനുലകൾ മിന്നും പോലെ കണ്ടതായി ഓർക്കുന്നു ഞാൻ. അറിയാതൊരു ശബ്ദം പുറപ്പെട്ടെന്നിൽ നിന്നും അതു നാമമായി പുത്രനാമമോ നാരായണ. തുളസീ കളഭങ്ങൾ തന്നുടെ സുഗന്ധവും ഇളതാം കാറ്റിൻ ശീതളിമയും പരന്നപ്പോൾ കണ്ടുവോ നിഴൽ താനോ തോന്നലോ മുന്നിൽ നിൽപ്പൂ ശംഖചക്രാബ്ജഗദാധരന്മാർ വിഷ്ണുതുല്യർ. അമൃതം പൊഴിയുന്ന വാണികൾ കേട്ടു എന്റെ മനസ്സിൻ നയനങ്ങൾ ഊക്കോടെ തുറന്നുപോയി. ചിന്തിച്ചു പോകുന്നു ഞാൻ, എൻ ഗുരുഭൂതന്മാരോ മുൻപിൽ വന്നിതു വിഷ്ണു പാർഷദ രൂപത്തോടെ. അവർ തൻ സാന്നിധ്യത്തിൻ ദിവ്യമാം പ്രഭാവത്താൽ ബഹുജന്മാർജിതമെൻ കർമ്മങ്ങൾ പവിത്രമായി. അപരാധങ്ങൾ തീർത്ത തീച്ചൂളയണയില്ലേ ഹൃദയമൊഴുക്കിയിടും നാമമാം അമൃതത്താൽ. ഇവിടെ ഗംഗാതീരത്തിരിപ്പൂ വൈകുണ്ഠത്തിലണയാൻ ദൂരമെത്രയുണ്ടെന്നതറിവീല. പുണ്യപാപങ്ങൾക്കെല്ലാം അപ്പുറമെത്തിയിടുവാൻ ജന്മങ്ങൾ ഇനി എത്ര വേണമെന്നറിയില്ല. ബ്രാഹ്മണൻ അജാമിളൻ ഘോരമാം പാപങ്ങളിലാണ്ടുപോയവൻ പൂർവസഞ്ചിത പുണ്യത്താലെ വിളിച്ചു നാരായണാഭിധനാം പുത്രൻ തന്നെ. വിളി കേട്ടതോ സാക്ഷാൽ വൈകുണ്ഠനാഥൻ ദേവൻ. നാമവും നാമിയും രണ്ടല്ല, പാപങ്ങൾ തീർന്നേ നാമമുച്ചരിക്കുവാൻ ഭാഗ്യമുണ്ടാവൂ നൂനം. അറിയുന്നു നാം പശ്ചാത്താപമേ പ്രായശ്ചിത്തം. അതിലെത്തുവാൻ തന്നെ കർമ്മങ്ങൾ വേദോക്തങ്ങൾ. അറിയുന്നു നാം പശ്ചാത്താപമേ പ്രായശ്ചിത്തം. അതിലെത്തുവാൻ തന്നെ കർമ്മങ്ങൾ വേദോക്തങ്ങൾ. അതിമനോഹരം, അതിമനോഹരം. ഓരോന്നും ഓരോന്നും മേൽക്കുമേൽ മനോഹരം. അജാമിളൻ ഗംഗാതീരത്തിരുന്ന് ആലോചിക്കുന്ന രീതിയിലായിരുന്നു അവതരിപ്പിച്ചത്. ഇനി ഗോവർദ്ധനത്തിന്റെ ആത്മഗതം എന്നുള്ളതാണ് അടുത്ത കവിത. ഗോവർദ്ധനത്തിന്റെ ആത്മകഥം. ഭഗവാന്റെ വൃന്ദാവന ലീലകൾ മുഴുവൻ ഗോവർദ്ധനത്തിന്റെ സന്നിധിയിലാണ്. അപ്പോൾ ഗോവർദ്ധനം കാണാത്തതായിട്ടുള്ള ഭഗവാന്റെ ലീലകളില്ല. ആ ഗോവർദ്ധനം സ്വയം ചിന്തിക്കുന്ന കാര്യങ്ങൾ. നാരായണ. ഗോവർദ്ധനം ഞാൻ മഹാപുണ്യവാനെന്നു ലോകരെന്നെ
സ്തുതിച്ചിടുന്നതെന്തിനോ? ഞാനൊരശക്തൻ അനാഥൻ അമ്പാടിതൻ പാവന പുണ്യമാം കൃഷ്ണന്റെ സേവകൻ. കണ്ണനെ നിത്യം തഴുകിയെത്തും കുളിർത്തെന്നലിൻ സൗരഭ്യമേറ്റു മോദിപ്പവൻ. കാളിന്തി തീരത്തു പൈക്കുട്ടികൾ തിമിർത്തോടുമ്പോഴുണ്ടാം പൊടികളേൽക്കുന്നവൻ. വൃന്ദാവനത്തിന്റെ ലാവണ്യമൂർത്തി തൻ മന്ദഹാസത്തിൻ മധുരം നുകരുവോൻ. ഗോപികമാരുടെ കോമളമാം കരതാരിൽ രൂപം കൊണ്ട തൂമലർ മാലകൾ. തൂകും മധുരസമുണ്ടു മദം പൂണ്ട ചാരുവൃംഗങ്ങൾ തൻ ഗീതം ശ്രവിപ്പവൻ. കാളിയൻ തന്റെ ഭണങ്ങളിൽ നർത്തനമാടിയ നേരമുയർന്നോരലകളിൽ ശ്യാമളമേഘവർണ്ണൻ തന്റെ പൂവുടൽ ദൂരെ ദൂരെ കണ്ടു സാബല്യമാർന്നവൻ. ഗോവിപ്രപൂജയോടൊപ്പം നിവേദിച്ച പായസമപ്പമടകൾ പഴങ്ങളും ചാരത്തു വന്നു ബൃഹദ്രൂപമോടുടൻ നേരെ ഭുജിച്ചോരു കണ്ണനെ കണ്ടവൻ. ഇന്ദ്രരോഷം മഴമേഘങ്ങളോടൊപ്പം അമ്പാടിയിൽ ഘോരതാണ്ഡവമാടവേ തന്റെ മൃദുലമാം കുഞ്ഞിക്കരത്തിനാൽ എന്നെ എടുത്തു കുടപോൽ പിടിച്ചു നിന്നൻപോടു ഗോകുലം തന്നെ രക്ഷിച്ചവൻ. തന്റെ വിരൽ തുമ്പിൽ നിന്നു ഞാൻ നേടിയ നിർവൃതിഭാവം പറയാവതല്ലഹോ. നിന്നിതെല്ലാവരും അക്കുടക്കീഴിലായി ഭക്തനാം എന്നെ ഉയർത്തിപ്പിടിച്ചവൻ ഭക്തജനത്തിൻ ഗിരിധരബാലകൻ. കയ്യിൽ കുഴച്ചോരുരുള ഉപ്പേരിയും മെയ്യോടു ചേർത്തു പിടിച്ചൊരോടക്കുഴൽ ശൃംഗവേത്രങ്ങൾ കപടഭാവങ്ങളിൽ തന്നെ മറച്ചു നിൽക്കും സത്യരൂപനൻ മാനസതാരിൽ വസിക്കുന്നിതെപ്പോഴും. മാധവ നീ എൻ മനസ്സിൻ പുളകമാം. എങ്കിലുമുണ്ടൊരു ദുഃഖം അക്രൂരന്റെ സെന്തനമേറിയെന്നുണ്ണി പോയിടവേ. ഒന്നു തിരിഞ്ഞു നോക്കിയിലവൻ. അല്ലല്ല എൻ കൺകൾ അശ്രുപൂരിതമായി തീർന്നതാം കാഠിന്യമുള്ളവനെങ്കിലുമെൻ മനം തൂവെണ്ണയായി ഭവിപ്പൂ നിൻ ചിന്തയിൽ. ഭഗവാന്റെ വൃന്ദാവന ലീലകൾക്ക് മുഴുവൻ സാക്ഷിയായ ഗോവർദ്ധനം തനിക്ക് മഹത്വമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചുവെങ്കിലും ഭഗവാന്റെ ഈ ലീലകൾ മുഴുവൻ കാണാൻ ഭാഗ്യം ലഭിച്ച അതുതന്നെയാണ് ഗോവർദ്ധനത്തിന്റെ മഹത്വം. അതുപോലെ ഭഗവാന്റെ ആ ലീലകളെ മുഴുവൻ ഒന്ന് ഒരു ചുരുക്കി ഫ്ലാഷ് ബാക്കായിട്ട് ഗോവർദ്ധനം വർണ്ണിച്ചു. ഭഗവാൻ യാത്ര പറയാതെ പിന്തിരിഞ്ഞു നോക്കാതെ പോയി അക്രൂരിന്റെ തേരിൽ നിന്നുള്ളൊരു പരിഭവം പറഞ്ഞു തുടങ്ങി. പക്ഷേ ഇല്ല, അത് ഭഗവാൻ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവും, ഞാൻ കാണാത്തതായിരിക്കാം എൻ്റെ കണ്ണ് നിറഞ്ഞതുകൊണ്ട്. കാരണം എൻ്റെ മനസ്സും, ഞാൻ മലയാണ്, ശിലയാണ്, കഠിനഹൃദയനാണ്. പക്ഷെ എങ്കിലും എൻ്റെ മനസ്സിനെ അലിയിച്ചിട്ടാണ്, തൂവെണ്ണ പോലെ ആക്കിയിട്ടാണ് ഭഗവാൻ പോയത്. പിന്നെന്താ, ഇതിൽ പരെന്തു വേണം? മലയെ വെണ്ണയാക്കിയിട്ട് പോയിട്ട് ഇനി എന്താ ചെയ്യാനുള്ളത് ഭഗവാൻ? അപ്പോ അതിമനോഹരായിട്ടുണ്ട് ഭാവനകൾ അമ്മയുടെ. ധന്യം ധന്യം നാരായണ.
ഇനി ശ്രീ നരസിംഹമൂർത്തി എന്ന പേരിൽ നരസിംഹാവതാരമാണ്. നരസിംഹാവതാരത്തെ വളരെ മനോഹരമായിട്ട് ശ്രീ നരസിംഹമൂർത്തി. മുഷ്ടി ചുരുട്ടിയിടിച്ചു സ്തംഭം പൊട്ടി ഭീകര ശബ്ദം, അലർച്ച കേട്ടു വിറച്ചു നടുങ്ങി അനന്തമണ്ഡകടാഹം. ഇളകി പീഠം തെറിച്ചു വീണു നാൻമുഖനൊന്നും അറിഞ്ഞില്ല. നാമം നാവിലുതിർന്നു ഹരിഹരി നാരായണ ശ്രീ ഗോവിന്ദ. എവിടെ നിന്നുട വിഷ്ണു പറയൂ, കോപിച്ചിളകിയൊരസുരേന്ദ്രൻ കണ്ടു ഘോര ഭയാനക രൂപം തൂണിൽ നിന്നിഹ ചാടുന്നു. നരനോ മൃഗമോ എന്നറിയില്ല, ഉയർന്നുയർന്നു വളർന്നു. തീക്കട്ടകൾ പോൽ കണ്ണുകൾ, വാളിൻ തലപ്പു പോലൊരു നാവും, ഗുഹ പോലുള്ളൊരു വക്രം തന്നിൽ ദംഷ്ട്രകൾ മിന്നിത്തെളിയുന്നു. തടിച്ച കൈകളിൽ ആയുധജാലം മുട്ടിയൊരുമ്മി ശബ്ദിപ്പൂ. ഗിരികൾ കുലുങ്ങി സാഗരമിളകി മറിഞ്ഞു ഭൂമി വിറച്ചു. ഇടിവെട്ടുന്നൊരു ശബ്ദം കേട്ടിട്ടോടിയൊളിച്ചു ജന്തുക്കൾ. ചുഴലിക്കാറ്റിൽ മണ്ണും വിണ്ണും പൊടിയിലമർന്നു പേമഴയും. മാനുഷദേവാസുരഗണമെല്ലാം ഭയന്നു നിശ്ചേതനരായി. ഹിമാലയത്തിൽ താഴ്വര തന്നിൽ നിൽക്കും തുളസിച്ചെടി പോലെ നിന്നു ബാലൻ പ്രഹ്ലാദൻ തൻ മുന്നിൽ കണ്ടു ശ്രീഹരിയേ. ഹിമാലയത്തിൽ താഴ്വര തന്നിൽ നിൽക്കും തുളസിച്ചെടി പോലെ നിന്നു ബാലൻ പ്രഹ്ലാദൻ തൻ മുന്നിൽ കണ്ടു ശ്രീഹരിയേ. ഇത് നമ്മുടെ മേൽപ്പത്തൂര് നരസിംഹാവതാരത്തെ അവതരിപ്പിച്ച പോലെ ആ രംഗത്തിന്റെ ഒരു ആ ഭീകര ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് അതുപോലെയുള്ള പദപ്രയോഗങ്ങൾ അത്ഭുതമായിട്ടുണ്ട്. വളരെ മനോഹരം. അവതാരം നേരിൽ കാണാം, അനുഭവിക്കാം. വളരെ മനോഹരം. നരസിംഹമൂർത്തി എല്ലാവരും പഠിച്ച് നിത്യവും ചൊല്ലാവുന്നതാണ്. ഭയനിവൃത്തിക്കായിക്കൊണ്ട് കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. കാരണം കുട്ടികൾക്ക് ചൊല്ലാൻ നല്ല രസമായിരിക്കും. ഈ ശബ്ദ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ചൊല്ലാൻ കുട്ടികൾക്ക് ഇഷ്ടമാണ്. സ്മൂത്തായിട്ടുള്ള ഗാനങ്ങൾ ചില കുട്ടികൾക്ക് ഇഷ്ടമാവില്ല. അപ്പോൾ അവർക്ക് ബെസ്റ്റാണ് നരസിംഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടാവുകയും ചെയ്യും. നാരായണ. ഇനി ശ്രീ മഹാസുദർശനമൂർത്തി എന്ന് പറഞ്ഞ് സുദർശനമൂർത്തിയെക്കുറിച്ചിട്ടുള്ള കഥയാണ്. അതും അംബരീഷ ചരിതം തന്നെ പറയാം. സുദർശന മാഹാത്മ്യം പറയുമ്പോൾ തീർച്ചയായിട്ടും അംബരീഷനെ സ്മരിക്കാതിരിക്കാനാവില്ല. അപ്പോൾ അംബരീഷ ചരിതത്തിലൂടെയാണ് സുദർശനമൂർത്തിയുടെ മാഹാത്മ്യം അവതരിപ്പിക്കുന്നത്.
ഭഗവാൻ വിഷ്ണു തന്റെ മുമ്പിൽ ശരണം പ്രാപിച്ച ദുർവാസാവിനോട് പറയുന്ന വാക്കുകളോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത് ഈ സുദർശന മൂർത്തി എന്ന സ്തോത്രം. ഓം അറികമുനേ ഭക്തദാസൻ ഞാൻ പരാധീനൻ, തിരികെ ചെന്നു കണ്ടു നമിക്കൂ രാജർഷിയെ, വിനയാൻവിതനായി സ്തുതിക്കൂ ഭക്തിപൂർവം, റിപുഭീഷണം വിഷ്ണുചക്രം ശ്രീസുദർശനം. വൈകുണ്ഠനാഥൻ തന്റെ വാക്കുകൾ കേട്ടു മുനി സർവാംശജാതൻ ഭക്തിമഹത്വം നേരിൽ കണ്ടു. അസംഖ്യമാദിത്യന്മാരഗ്നിദേവനോടൊത്തു ജ്വലിച്ചു നിൽക്കും പോലെ ചക്രത്തെ പിന്നിൽ കണ്ട് ദുർവാസാവോടിത്തളർന്നെത്തി നിൽപ്പിതു മുന്നിൽ അഞ്ജലിബദ്ധനായി വ്രതകർഷിതനായി. സാത്വിക ഭക്തിഭാവമൂർത്തിയാമംബരീഷൻ സാക്ഷാൽ ശ്രീഹരി തന്റെ സാരൂപ്യഭാവത്തോടെ ദുഃഖിതനായ നൃപൻ സ്തുതിച്ചു ദുഷ്ടജനശിക്ഷകം സുദർശനം ഭക്തവത്സലം ദേവം. മൽക്കുലത്തിനു പുണ്യലേശമുണ്ടെന്നാകിൽ ഈ വിപ്രനെ രക്ഷിച്ചിടു, ദുഃഖങ്ങളൊഴിവാക്കൂ. ഭക്തിസാന്ദ്രമാം സ്തുതിവാക്യങ്ങൾ കേട്ടു ശാന്തമൂർത്തിയായി മാറി ശക്തിരൂപമാം ചക്രായുധം. ഭക്തനും ഭഗവാനുമൊന്നെന്നു കണ്ടു മുനി ഭക്തിതൻ മാഹാത്മ്യത്തെ കീർത്തിച്ചു പലവിധം. ഇത്രമേൽ നിർമ്മലനായി കരുണാശീലനായി വർത്തിപ്പാൻ ഭക്തനെന്നേ സാധ്യമാവുകില്ലാർക്കും. മൽക്രോധശക്തിയുത്ഭൂതമായൊരു പൈശാചികമൂർത്തിയാം കൃത്യ തന്നെ കണ്ടിട്ടുമിളകാതെ നിർഭയം നിന്നു ഭവാൻ. ശുദ്ധഭക്തിതൻ ശക്തി ഇപ്പോൾ ഞാൻ കണ്ടു, ക്ഷമിച്ചിടുക മഹാരാജൻ. മന്നിലെന്നല്ല വിണ്ണിൽ പോലും നിൻ ശുഭകീർത്തി നിർണയം പരന്നീടും മംഗളം ഭവിക്കതേ. ശ്രീ മഹാസുദർശനമൂർത്തിയാം ജഗൽപതേ ശ്രീമാരുദേശ പാഹി മാം ദയാനിധേ. ശ്രീ മഹാസുദർശനമൂർത്തിയാം ജഗൽപതേ ശ്രീമാരുദേശ പരിപാഹി മാം ദയാനിധേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇങ്ങനെ അംബരീഷ ചരിതത്തിലൂടെ സുദർശന മാഹാത്മ്യം. നാരായണ. ഇനി സുനീതി ദേവി എന്നുള്ളതാണ് അടുത്ത കവിത. ധ്രുവചരിതത്തിന്റെ സംഗ്രഹം. ധ്രുവചരിതത്തിന്റെ സംഗ്രഹമാണ് സുനീതി ദേവി. നോക്കാം. പിഞ്ചു കൈകളാൽ കണ്ണീർ തുടച്ചും ഗദ്ഗദത്തിൻ നൊമ്പരമടക്കിയും ശോകരോഷങ്ങൾ പൂണ്ടും എന്നടുത്തോടി വന്നിതൻ മകൻ ശുദ്ധബാല്യം തന്നെ നിരാശ്രയഭാവത്തിൻ പ്രതീകമായി. എന്തു സംഭവിച്ചെന്നു ചോദിച്ചതില്ല മമ സന്മതികളാം തോഴിമാർ പറഞ്ഞെന്തോ കേട്ടു.
മറ്റൊന്നും ആശിച്ചതില്ലെൻ കുട്ടി. അച്ഛൻ തന്റെ സ്വച്ഛമാം മടിത്തട്ടിലിരിപ്പാൻ കൊതിച്ചുപോയി. സോദരൻ തന്നെ ലാളിക്കുന്നതു കണ്ടിട്ടവൻ ചാരേ ചെന്നത്യാഹ്ലാദപൂർണനായി ഭാഗ്യഹീനൻ മാറി നിൽക്കെന്റെ പുത്രനായിട്ടു ജനിക്കിലേ, നീ ഇതിനർഹനാവൂ എന്നതു എന്നു കേട്ടൊരു ബാലൻ. അച്ഛന്റെ മുഖം കണ്ടോ നോക്കിയോ അറിയില്ല, അച്ഛനൊന്നുമേ പറഞ്ഞില്ലെന്നു മാത്രം ചൊല്ലി. ധ്രുവനോടോതീ ഞാൻ, ശ്രീ വൈകുണ്ഠമൂർത്തി തന്നെ ശരണം നമുക്കെന്നും ഭജിക്കൂ ഭക്തിപൂർവം. പിതൃപൈതാമഹന്മാർ ചരിച്ച മാർഗം തന്നെ ഇതു താനല്ലോ ചെറിയമ്മ താൻ പറഞ്ഞതും. ക്ഷാത്രവീര്യത്താൽ വിജൃംഭിതനാമവൻ എന്റെ വാക്കുകൾ കേട്ടു പിന്നെ നിന്നതിൽ അരക്ഷണം. ദേവർഷി അരുൾ ചെയ്ത മന്ത്രവും ധ്യാനയോഗ സാധനകളും ചിത്തത്തിൻ ദൃഢഭാവങ്ങളും ബാലന്റെ തപസ്സിനെ ഉജ്ജ്വലിപ്പിച്ചു. സാക്ഷാൽ ശ്രീവിഷ്ണു മുന്നിൽ വന്നു നിന്നതുമറിഞ്ഞില്ല. ഋഷിപൂജ്യമാം സ്ഥാനം അനന്യലബ്ധം, ജന്മസ്ഥിതിനാശങ്ങൾക്കെല്ലാം അപ്പുറം അനുപമം ലഭിച്ചൻ പുത്രൻ തനിക്കെന്നരുളിനാൻ മുനി. സമസ്ത ഭക്തന്മാർക്കുമാചാര്യൻ ത്രികാലജ്ഞൻ. 5 വത്സരം മാത്രം പ്രായമായൊരൻ സുതൻ എന്തറിയുന്നു തപം ചെയ്തതെങ്ങനെയാമോ. മന്ത്രതന്ത്രങ്ങളൊന്നും അറിയില്ലവന് തൻ ചിന്തകളേകാഗ്രമായി നിർത്തുവാൻ കഴിഞ്ഞിതോ. അർത്ഥമോരാതെങ്കിലും 12 മന്ത്രം ഉച്ചരിച്ചിടിൽ ഹരിദർശനം ലഭിച്ചിടും എന്നല്ലോ ഗുരുദേവന്മാർ പറയുന്നിതെന്നും. ഒന്നുമേ അറിയില്ല ദീനയാം അഗതി ഞാൻ. എൻ മകൻ ധ്രുവൻ തന്നെ എതിരേൽക്കുവാൻ ഘോഷമെമ്പാടും നടക്കുന്നു എന്തെന്തിതത്യാശ്ചര്യം. ഭഗവൽ കൃപാലേശമുണ്ടെങ്കിൽ അവിടേക്ക് സകല ഐശ്വര്യങ്ങളും മത്സരിച്ചെത്തിയിടുന്നു. കൺകളീറനായി മുഖം ഭക്തിദീപ്തമായി മെല്ലെ ചിന്തയിൽ നിന്നുണർന്നു ദേവിയാം തപസ്വിനി. ധ്രുവൻ തപസ് കഴിഞ്ഞു വരുന്ന വർത്തമാനം നാരദ മഹർഷി അറിഞ്ഞ് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ധ്രുവനെ വരവേൽക്കാനായിട്ട് പോകുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്കുള്ളൊരു മനോഗതം ഫ്ലാഷ് ബാക്ക് സുനീതിയുടെ. സുനീതി ദേവി ധ്രുവചരിതത്തിന്റെ പകുതി. നാരായണ. ഇനി ഗോവർദ്ധനും മേഘങ്ങളും. മാൻകുട്ടി, കൃഷ്ണദർശനം, ഗുരുവായൂർ ഏകാദശി, ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് നാളെ കാണാം ബാക്കി. ഇന്നിപ്പോ ഇത്രയും മതി. നാളെ ബാക്കിക്ക് ഇരിക്കട്ടെ. നാളേക്കും വേണമല്ലോ. ഓക്കെ, അപ്പൊ നമുക്കിന്നിവിടെ സമർപ്പിക്കാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. വൈകിട്ട് വാൽമീകി രാമായണം കേൾക്കുന്നവരൊക്കെ കേൾക്കുക. നാളെ 11 മണിക്ക് ശേഷം 11:30
ബാക്കിയുള്ള സ്തോത്രങ്ങൾ കൂടി കാണാം. പൂജാപുഷ്പങ്ങൾ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. നാരായണ. ഹരി ഓം. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം. വൈകിട്ട് കാണാം. ഹരി ഓം.